അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3041. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് അത്താഴം കഴിക്കാത്തവർ അവരറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക, ഫഇന്ന ഫിസ്സഹൂരി ബറക, കാരണം അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്ത് ഉണ്ട്. അത്താഴം കഴിച്ചാൽ അതിൽ ബറക്കത്ത് ഉണ്ട്. ശരിക്ക് വിശപ്പില്ലാതിരിക്കാൻ വേണ്ടി മാത്രമല്ല അത്താഴം കഴിക്കുന്നത്. ചില ആളുകൾക്ക് അത്താഴമൊന്നും കഴിച്ചില്ലെങ്കിൽ, നോമ്പിന് അത്താഴം കഴിച്ചില്ലെങ്കിൽ പകലിൽ വലിയ വിഷമൊന്നും ഉണ്ടാവില്ല. അത്തരം ആളുകൾ അത്താഴം ഒഴിവാക്കാറുണ്ട്. പക്ഷെ ചെയ്യരുത്. അത്താഴം വെറും വിശപ്പില്ലാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അതൊരു ബറക്കത്തുള്ള സംഗതിയാണ്, പുണ്യമുള്ള സംഗതിയാണ്, സുന്നത്തായ സംഗതിയാണ്. അതുകൊണ്ട് ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത്, ആ കൂലി നഷ്ടപ്പെടുത്തരുത്. അത്താഴം കഴിക്കണം, വിശപ്പില്ലെങ്കിലും കഴിക്കണം. ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനും ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാണ്. നോമ്പിൻ്റെ പുണ്യം കൂടുതൽ ലഭിക്കാൻ, വിശുദ്ധ റമദാൻ്റെ കൂടുതൽ പുണ്യം ലഭിക്കാൻ അത് കാരണമാണ്. വാരി വലിച്ച് ഒരുപാട് കഴിക്കണം എന്നൊന്നുമില്ല, വളരെ കുറച്ച് എന്തെങ്കിലും, അത്താഴത്തിന് പേരെന്തെങ്കിലുമൊക്കെ കഴിച്ചാലും അത്താഴത്തിൻ്റെ സുന്നത്ത് കിട്ടും. അത് നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തആല എല്ലാ ബറക്കത്തും ലഭിക്കുന്ന രൂപത്തിൽ സുന്നത്തുകളെല്ലാം ചെയ്ത് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.